പക്ഷെ മാൽപ്പേ സംഘം ഇന്ന് രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചതാണ്. പക്ഷെ പൊടുന്നനെ നമുക്കറിയാം, ഇന്നിപ്പോ 3:30 എന്ന് പറയുമ്പോൾ ഞാനും ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം, കാലാവസ്ഥ ഇന്ന് അനുകൂലമാണ്. പുഴയിലാണെങ്കിൽ വെള്ളം ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ താണു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ നമ്മൾ കരുതി ഇന്നലത്തെ പോലെ തന്നെ 6:30 വരെ തിരച്ചിൽ പോകുമെന്നാണ്. ഞാനും രാജഗോപാൽ MLA സ്ഥലത്തുണ്ട്. പക്ഷെ നമ്മളോട് പോലും ഒരു വർത്തമാനം പോലും പറയാതെ ഏകപക്ഷീയമായിട്ടാണ് ഇവിടുത്തെ MLA-യും DC-യും ഇപ്പൊ ഇത്തരത്തിലുള്ളൊരു രീതിയിൽ പ്രതികരിച്ചത്. തീർച്ചയായും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായും ജിതിൻ ഉൾപ്പെടെ ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഇത് ശരിയായ തീരുമാനം എടുക്കേണ്ടത് കർണാടകമാണ്. പക്ഷേ ഇവിടെ അന്വേഷണം ഊർജിതമാക്കുകയാണ് വേണ്ടത്. അത് ഒരു ശരിയായ സമീപനത്തിലേക്കല്ല ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ MLA പറഞ്ഞ പോലെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. ഇവർ ഒരു ഇൻഫർമേഷനും ആർക്കും പാസ് ചെയ്യാതെ പെട്ടെന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇതിന്റെ എല്ലാം ഒരു പൊരുൾ വന്നത് തിരച്ചിൽ കുറച്ചു കാലത്തേക്ക് അവസാനിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇവർ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിന്റെ ഒഴുക്കും അതേപോലെ ആഴവും കുറയാതെ അവിടെ നിന്ന് ഒരു രക്ഷാപ്രവർത്തനം ചെയ്യാൻ പറ്റില്ല എന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനു മുന്നേ അത്യാധുനിക മെഷീനറി ഇറക്കിക്കൊണ്ടിട്ടുള്ള പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ടും അതൊന്നും ഇതുവരെ അവർക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വീഴ്ചയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അതൊരു വീഴ്ച തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ കൺസേൺ. നമ്മളിപ്പോ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇപ്പോ ഫിഷറീസ് മിനിസ്റ്റർ വരുന്നുണ്ട്, അവരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ട് എന്നാണ്. ജില്ലാ കളക്ടർ നമ്മളോട് കൂടി അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കാർവാറിൽ നടക്കുന്ന യോഗത്തിൽ നമ്മളോട് കൂടി ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് അവസാന തീരുമാനം എന്ന് നമുക്കറിയില്ല. കാരണം ഇന്നിപ്പോ നടന്നത് മുഴുവൻ നമ്മളെല്ലാ കോർഡിനേഷന്റെ ഭാഗമായിട്ടും കേരളത്തിലെ MLA-മാരുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷെ അവസാന ഘട്ടം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ സൈറ്റിൽ ഉണ്ടായിട്ട് പോലും നമ്മളെ കൃത്യമായിട്ട് അറിയിക്കാതെ ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തീർച്ചയായും അതൊരു ഗൗരവമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോ മന്ത്രിയുടെ മീറ്റിംഗിലേക്ക് ജില്ലാ കളക്ടർ പറഞ്ഞു നിങ്ങൾക്ക് കൂടി വരാം. പക്ഷെ എന്താണ് അവിടെ എടുക്കുന്ന തീരുമാനം എന്നറിയില്ല. പക്ഷെ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് തീരുമാനമെടുക്കേണ്ടത് കർണാടക സർക്കാരാണ്. പക്ഷേ അന്വേഷണം അത് വളരെ സജീവമായി തന്നെ തുടർന്നു പോകണമെന്ന് തന്നെയാണ്. നേരത്തെ തന്നെ നമ്മൾ ഓരോന്ന് ആവശ്യപ്പെട്ടതാണ്. അന്വേഷണം ഊർജിതപ്പെടുത്തി കൊണ്ടുപോകണം. ഇപ്പോ പറയുന്ന താൽക്കാലികമായി 4 ദിവസത്തേക്ക് 5 ദിവസത്തേക്ക്, ഞാൻ പറയുന്നത് 13ാം ദിവസമാണിന്ന്. 13ാം ദിവസത്തേക്ക് ഈ സംവിധാനം എത്തിക്കാൻ പറ്റാതെ ഇനി 4 ദിവസം വേണം. അതുകൊണ്ട് ഞങ്ങൾ 4 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നു എന്ന് പറയുന്നത് അത് എത്ര ഗൗരവക്കുറവായ ഒരു കാര്യമായിട്ടാണ് നാം കാണേണ്ടത്. ഇത്രമാത്രം ഗൗരവമില്ലാത്ത വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പലപ്പോഴായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു സംവിധാനവും ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇത് വരും, ആ പ്രതീക്ഷയിലാണ് നമ്മൾ, ആ ഒരു കോർഡിനേഷന്റെ പ്രതീക്ഷയിലാണ്. ഇവിടെ ഒരു പ്രയാസം ഉണ്ടാകരുത്, ഇവർക്കെതിരായി മറ്റൊരു തരത്തിലേക്കുള്ള ചർച്ച കൊണ്ടുപോകരുത്, നമുക്ക് അർജുനെ വേണം, അതോടൊപ്പം നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരന്മാരെ വേണം. അത് തന്നെയാണ് അർജുന്റെ കുടുംബത്തിന് വേണ്ടി. ജിതിൻ ഉൾപ്പെടെ ഇവിടെ ജിതിൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും, ഞാൻ അത്രയും നിർബന്ധിച്ച് ഭക്ഷണം പോലും കഴിക്കാതെ, കാരണം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇവർ മാറ്റം വരുമോ ആ രീതിയിൽ ഒരു 3 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഗൗരവമായ ഒന്ന് തന്നെയാണ്. ഇത് ഇത്തരത്തിൽ സംവദിക്കാതെ പോകാൻ പറ്റില്ല. ഇത് ഏറെ പ്രയാസകരമായ വേദനാകരമായ ഒരു സമീപനമാണ് ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തുണ്ടായത്. ഇത് തിരുത്തുക എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഊർജിതമായ ഒരു അന്വേഷണം. ഇപ്പോൾ നമുക്ക് മിനിസ്റ്ററെ കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ പോവുകയാണ്, കാണുമെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. 4 ദിവസത്തേക്ക് നിർത്തിവെച്ച് 13 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരു മിഷനറിയെ 4 ദിവസം നിർത്തിവെച്ച് എങ്ങനെ കൊണ്ടുവരാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഇത് പൂർണ്ണമായി ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടതായിട്ടുള്ള ആ സംശയം തന്നെയാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് ആവശ്യം എന്നത് ഇപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇന്നുൾപ്പെടെ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതുപോലെ ഊർജിതമാക്കുക അന്വേഷണം എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം ഇത് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മളെ ഉൾപ്പെടെ ഒരു പറ്റിക്കുന്ന ഒരു സമീപനത്തിലേക്കാണോ പോകുന്നത് എന്നുള്ള ഒരു സംശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ 13 ദിവസത്തിലധികം ഇവിടെ മാധ്യമപ്രവർത്തകർ നിൽക്കുകയാണ്. പക്ഷെ പൊടുന്നനെ ബാക്കി എല്ലാത്തിലും ആലോചന നടക്കുന്നു. പൊടുന്നനെ പെട്ടെന്ന് ഇവിടുത്തെ സ്ഥലം MLA-യും അദ്ദേഹത്തിന്റെ സേവനത്തെയൊന്നും ഞാൻ കുറച്ച് കാണിക്കുന്നില്ല, ജില്ലാ കളക്ടറുടെ സേവനത്തെ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷെ ഇത്തരം ഒരു തീരുമാനം ഇത് താൽക്കാലികമായി നിർത്തി 4 ദിവസത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അത് എവിടെയോ
പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമുണ്ട്. വൈകാരികമായിട്ട് പ്രതികരിച്ചു പോവാണ്. വൈകാരികമായ ഒരു പ്രതികരണത്തിന് തലമുണ്ട്. ജിതിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അർജുനില്ലാതെ എങ്ങനെ കോഴിക്കോട് എന്നുള്ള ആ ഒരു പ്രയാസം നമ്മളെല്ലാം ഉണ്ട്. കേരളത്തിലെ ഓരോ മലയാളിയിലുമുണ്ട്. ഈ സമീപനം അത്യന്തം ഖേദകരമാണ്. അത് ഈ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം അത് ശരിയല്ലാത്തതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഊർജിതമാക്കുക എന്ന നമ്മുടെ ആവശ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്.